नमस्ते। सब कैसे हो? ठीक है ना? ഇന്നത്തെ ക്ലാസ്സിൽ പുതിയൊരു കവിത ആരംഭിക്കുകയാണ്. സുമിത്രാനന്ദൻ പന്ത് എഴുതിയിട്ടുള്ള നൗക വിഹാർ. നൗക വിഹാർ. കഴിഞ്ഞ ക്ലാസ്സിൽ കവിയെക്കുറിച്ച് നമ്മൾ പരിചയപ്പെട്ടു. സുമിത്രാനന്ദൻ പന്ത് എന്ന കവിയെക്കുറിച്ച്, എഴുത്തുകാരനെക്കുറിച്ച് പരിചയപ്പെട്ടു. ഇന്ന് സുമിത്രാനന്ദൻ പന്ത് എഴുതിയ നൗക വിഹാർ എന്ന കവിതയുടെ ആദ്യത്തെ കുറച്ച് വരികളാണ് നമ്മളിവിടെ അതിൻ്റെ ആശയം പറയുന്നത്. അപ്പം ആദ്യം കവിതയുടെ ആദ്യത്തെ കുറച്ച് വരികൾ വായിച്ച് അതിൻ്റെ ആശയം പറയാം. शांत स्निग्ध ज्योत्स्ना उज्ज्वल अपलक अनंत नीरव भूथल सैकत शय्या पर दुग्ध धवल तन्वंगी गंगा ग्रीष्म विरल लेठी है शांत क्लांत निश्चल तापस भाला गंगा निर्मल शशि मुख से दीपित मृदु करतल लहरे उर पर कोमल कुंतल गोरे अंकों पर सिहर सिहर लहराता तार तरल सुंदर चंचल अंचल सा नीलांबर साड़ी की सिकुड़न सी जिस पर शशि की रश्मि विभा से भर सिमठी है वर्तुल मृदुल लहर. ഇവിടെ നൗക വിഹാർ എന്ന ഈ കവിതയിൽ സുമിത്രാനന്ദൻ പന്ത് ഗംഗാ നദിയിലൂടെ നടത്തിയ തോണി യാത്രയെക്കുറിച്ചാണ് വർണ്ണിച്ചിട്ടുള്ളത്. അതായത് സുമിത്രാനന്ദൻ പന്ത് ഒരിക്കൽ ഒരു രാജകൊട്ടാരത്തിൽ അതിഥിയായി താമസിക്കാൻ ഇടയായി. കലാകാങ്കർ എന്നു പേരുള്ളൊരു രാജകൊട്ടാരത്തിൽ കുറച്ചുനാൾ അതിഥിയായി സുമിത്രാനന്ദൻ പന്ത് ചെല്ലുകയുണ്ടായി. ആ അവസരത്തിൽ ആ കൊട്ടാരത്തിൽ അതിഥിയായി ചെന്ന ആ അവസരത്തിൽ ഗംഗാ നദിയിലൂടെ രാത്രികാലത്ത് അദ്ദേഹം സുഹൃത്തുക്കളോടൊപ്പം നടത്തിയ തോണിയാത്ര, അതാണ് നൗക വിഹാർ, തോണിയാത്ര. തോണി യാത്രയുടെ മനോഹരമായ ഒരു വർണ്ണനയാണ് ഈ കവിത. നൗക വിഹാർ എന്ന കവിത ഇദ്ദേഹം സുമിത്രാനന്ദൻ പന്ത് എഴുതുന്നത് 1932 ആ കാലഘട്ടത്തിൽ എഴുതിയിട്ടുള്ള കവിതയാണിത്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ തൻ്റെ സുഹൃത്തുക്കളോടൊപ്പം രാത്രിയിൽ ഗംഗാനദിയുടെ ഒരു കരയിൽ നിന്ന് മറുകരയിലേക്ക് നടത്തിയ തോണിയാത്രയുടെ മനോഹരമായ ഒരു വർണ്ണനയാണ് ഈ ഒരു കവിത. അപ്പോൾ ഇവിടെ പ്രകൃതി, അതിൻ്റെ മനോഹാരിത, രാത്രികാലത്തെ ആ പ്രകൃതിയുടെ മനോഹരമായിട്ടുള്ള ഭാവം, ആ പ്രകൃതിയെ മനുഷ്യനോട് ഉപമിച്ചുകൊണ്ട് അതിനൊരു കാൽപ്പനികമായിട്ടുള്ള ഒരു ഭംഗി കൊടുത്തുകൊണ്ട് ഛായാവാദ് എന്ന ശൈലിയിൽ
എഴുതിയിട്ടുള്ള കവിതയാണ് നൗകാ വിഹാർ. അപ്പോൾ ഇവിടെ കവി പറയുന്നു, ആ ഗംഗാ നദിയെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെ, അതായത് രാത്രി നിശബ്ദമായ അന്തരീക്ഷം, എങ്ങും നിശബ്ദത. അപ്പോൾ ആ നിശബ്ദമായ ആ ഒരു അന്തരീക്ഷത്തിൽ തോണിയിൽ ഗംഗാനദിയിലൂടെ യാത്ര ചെയ്യാനായി എത്തിയിരിക്കുകയാണ്. അപ്പോൾ ആ രാത്രി സമയത്തെ ഗംഗാനദിയുടെ വർണ്ണനയാണ് ആദ്യ ഭാഗത്ത് പറഞ്ഞിട്ടുള്ളത്. ശാന്ത് സ്നിഗ്ധ ജ്യോത്സ്ന ഉജ്വൽ അപലക് അനന്ത് നീരവ് ഭൂതൽ. ശാന്ത് സ്നിഗ്ധ ജ്യോത്സ്ന ഉജ്വൽ. ജ്യോത്സ്ന നിലാവ്, വളരെ ആരെയും മോഹിപ്പിക്കുന്ന തെളിഞ്ഞ ജ്യോത്സ്ന നിലാവ്, ആരെയും മോഹിപ്പിക്കുന്ന പാൽ പോലെ ഒഴുകുന്ന തെളിഞ്ഞ നിലാവ്. ആ നിലാവിൽ ഭൂതൽ, ആ ഭൂപ്രദേശം, ഗംഗാനദി ഒഴുകുന്ന ആ ഭൂപ്രദേശം നീരവ് നിശബ്ദമായി കിടക്കുകയാണ്. ആരെയും മോഹിപ്പിക്കുന്ന നിലാവ്, ആ നിലാവ് പരന്നൊഴുകുന്ന ആ രാത്രിയിൽ ആ ഭൂപ്രദേശം, നിശബ്ദമായി കിടക്കുന്ന ആ ഭൂപ്രദേശം, അവിടെ അപലക് അനന്ത്, അപലക് കണ്ണിമയക്കാതെ. അപ്പോൾ ആ മനോഹരമായ ആ ഭൂമിയിലേക്ക്, ആ ഗംഗാനദി ഒഴുകുന്ന ആ ഭൂപ്രദേശത്തേക്ക് ആകാശത്ത് നിന്ന് ചന്ദ്രൻ ഇങ്ങനെ കണ്ണിമയക്കാതെ, കണ്ണിമ വെട്ടാതെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സൈകത് ശയ്യാപ്പർ ദുഗ്ധ ധവൽ തന്വങ്കി ഗംഗാ ഗ്രീഷ്മ വിരൾ ലേട്ടി ഹേ ശ്രാന്ത് ക്ലാന്ത് നിശ്ചൽ. അപ്പോൾ ആ നിശബ്ദമായി ഇരിക്കുന്ന ഭൂപ്രകൃതി, നിലാവ് പരന്നൊഴുകുന്ന ഭൂപ്രദേശം, അവിടെ എങ്ങും നീരവ് നിശബ്ദമായി കിടക്കുകയാണ്. ആ നിശബ്ദമായി കിടക്കുന്ന ഭൂമിയെ ചന്ദ്രൻ ഇങ്ങനെ, ആകാശത്തിരുന്നുകൊണ്ട് ചന്ദ്രൻ ഇങ്ങനെ അപലക് ദേഖ്താ ഹെ, കണ്ണുമ വെട്ടാതെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് സൈകത് ശയ്യാപ്പർ ദുഗ്ധ ധവൽ തന്വങ്കി ഗംഗാ ഗ്രീഷ്മ വിരൽ ലേഠി ഹേ ശ്രാന്ത് ക്ലാന്ത് നിശ്ചൽ. അപ്പോൾ ഗ്രീഷ്മ വിരൽ, ഗ്രീഷ്മകാലമാണ് എന്ന് വെച്ചാൽ നല്ല വേനൽക്കാലമാണ്. അതുകൊണ്ട് തന്നെ ആ വേനൽക്കാലത്ത് നല്ല നിലാവ് പരന്നൊഴുകുന്ന ആ രാത്രിയിൽ സൈകത് ശയ്യാപ്പർ, സൈകത് ശയ്യ മണൽത്തിട്ടയാകുന്ന, ശയ്യ കിടക്കയിൽ. അപ്പോൾ ഗംഗാനദി ഒഴുകുന്ന ആ ഭൂപ്രദേശം, അവിടുത്തെ മണൽത്തിട്ടയാകുന്ന ശയ്യയിൽ അഥവാ കിടക്കയിൽ. തന്വങ്കി ഗംഗ, സുന്ദരിയായ നല്ല മെലിഞ്ഞ ശരീരത്തോടു കൂടിയ സുന്ദരിയായ ഗംഗ, അതായത് മെലിഞ്ഞ ശരീരത്തോടു കൂടി സുന്ദരിയായ എന്ന് പറയുന്നത് ഗ്രീഷ്മകാലമാണ്, വേനൽക്കാലമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഗംഗാനദിയിലെ ജലം കുറേ കുറഞ്ഞു പോയിരിക്കുന്നു. അതായത് പരന്നൊഴുകിയിരുന്ന ഗംഗ ഇപ്പോൾ നേർത്ത ചെറിയ ഒരു അരുവിയായിട്ട് അങ്ങനെ ഒഴുകുകയാണ്. അതുകൊണ്ടാണ് ഗംഗയെ വളരെ മെലിഞ്ഞ സുന്ദരിയായ ഗംഗ എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ വേനൽക്കാലമായതുകൊണ്ട് തന്നെ ഗംഗാനദിയിലെ വെള്ളം കുറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പരന്നൊഴുകിയിരുന്ന ഗംഗ ഇപ്പം ഇങ്ങനെ മെലിഞ്ഞ് സുന്ദരിയായ നദിയായിട്ട് ഒഴുകുകയാണ്. അങ്ങനെ സുന്ദരിയായ ആ ഗംഗാനദി അവിടുത്തെ മണൽപ്പരപ്പാകുന്ന ശയ്യയിൽ ലേട്ടി ഹേ കിടക്കുകയാണ്, വിശ്രമിക്കാനെന്ന വണ്ണം കിടക്കുകയാണ്.
ഇങ്ങനെ ശ്രാന്ത്, ക്ലാന്ത്, നിശ്ചൽ, വളരെ അലസയായി അല്ലെങ്കിൽ വളരെ ശാന്തയായി നിശ്ചലയായി ആ മണൽപ്പരപ്പാകുന്ന ശയ്യയിൽ ഗംഗാനദി സുന്ദരിയായ ഒരു യുവതിയെപ്പോലെ, മെലിഞ്ഞ് സുന്ദരിയായ ഒരു യുവതിയെപ്പോലെ ആ നിലാവ് പരന്നൊഴുകുന്ന ആ ഭൂപ്രദേശത്ത് അങ്ങനെ വിശ്രമിക്കാനെന്ന വണ്ണം ആ മണൽപ്പരപ്പാകുന്ന ശയ്യയിൽ കിടക്കുകയാണ്. താപസ് ബാല ഗംഗ നിർമ്മൽ. അപ്പോൾ താപസ് ബാല ഗംഗ നിർമ്മൽ. താപസ് ബാല ഒരു തപസ്വിനിയായ കന്യകയെപ്പോലെ, തപസ്വിനിയായ ഒരു കന്യകയെപ്പോലെ. ഗംഗ നിർമ്മൽ, പവിത്രയാണ്. അതായത് ഗംഗാനദി നിലാവിൽ ഇങ്ങനെ കുളിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ആ നിലാവ് ഇങ്ങനെ പരന്നൊഴുകുമ്പോൾ ഗംഗാനദിയെ ഒരു താപസ കന്യകയെ പോലെയാണ് കവിക്ക് തോന്നുന്നത്. അപ്പം ഒരു താപസ കന്യകയെപ്പോലെ, ഒരാശ്രമത്തിലെ ഒരു സുന്ദരിയായ ഒരു താപസ കന്യകയെപ്പോലെ ഗംഗാനദി പവിത്രയായി, പരിശുദ്ധയായി ആ നിലാവിൽ അങ്ങനെ ആ മണൽപ്പരപ്പാകുന്ന ആ ശയ്യയിൽ, ആ കിടക്കയിൽ അങ്ങനെ കിടക്കുകയാണ്. ശശിമുഖസെ ദീപിത് മൃദുകരതൽ ലഹരെ ഉർപ്പർ കോമൾ കുന്തൽ. ഇനി ആ നിലാവിൽ അങ്ങനെ വിശ്രമിക്കാനെന്ന മട്ടിൽ കിടക്കുന്ന ആ ഗംഗാനദിയുടെ ഉർപ്പർ, മാറിടത്തിലേക്ക് ആ ഗംഗാനദിയിലെ കുഞ്ഞോളങ്ങൾ, ലഹർ, കുഞ്ഞോളങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒഴുകി, ആ വെള്ളം ഇങ്ങനെ ഒഴുകുമ്പോൾ ആ കുഞ്ഞോളങ്ങളും ഉണ്ടാകുന്നുണ്ട്. ആ ചെറിയ ഓളങ്ങൾ ഇങ്ങനെ ഇളകി മറിഞ്ഞു പോകുമ്പോൾ അത് ഗംഗാനദിയുടെ കോമൾ കുന്തൽ, തലമുടിയായി കവിക്ക് തോന്നുന്നു. അപ്പോൾ ഒരു താപസ കന്യകയെപ്പോലെ ഗംഗാനദി അങ്ങനെ ആ മണൽപ്പരപ്പിൽ കിടക്കുകയാണ്. അപ്പോൾ ഗംഗാനദിയിലെ വെള്ളം ഒഴുകി ചെറുതായി ഇങ്ങനെ ഓളം വെട്ടി ഇങ്ങനെ ഒഴുകിപ്പോകുന്നു. അപ്പോൾ ആ ചെറിയ ഓളങ്ങൾ, ഗംഗാനദിയിലെ ചെറിയ ഓളങ്ങൾ ഇങ്ങനെ ഒരു ചുഴി പോലെ ഇങ്ങനെ ഒഴുകിപ്പോകുമ്പോൾ അത് ഗംഗാനദിയുടെ തലമുടിയായി കവിക്ക് തോന്നുകയാണ്. അവളുടെ മാറിലേക്ക് വീണ് കിടക്കുന്ന തലമുടിയായി തോന്നുന്നു. ഗോരെ അങ്കോം പർ സിഹർ സിഹർ ലഹരാത്ത താർ തരൾ സുന്ദർ ചഞ്ചൽ അഞ്ചൽ സ നീലാംബർ. ഇനി നീലാംബർ, നീലാകാശം. അപ്പോൾ നീലാകാശം, നല്ല തെളിഞ്ഞ് നിൽക്കുന്ന, നല്ല തെളിഞ്ഞ് നിലാവ് ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആകാശത്ത് നിന്ന് ചന്ദ്രൻ. അപ്പോൾ ആ തെളിഞ്ഞ ആ നീലാകാശം ഗംഗാനദിയുടെ ചഞ്ചൽ അഞ്ചൽ സ സുന്ദർ, മനോഹരമായ ഒരു വസ്ത്രം കണക്കെ തോന്നിക്കും. അപ്പോൾ ഗംഗാനദിയുടെ ഒരു വസ്ത്രമായി ആ നീലാകാശത്തെ കവിക്ക് തോന്നുകയാണ്. മനോഹരമായി മുത്തുകളൊക്കെ പതിപ്പിച്ച്, അതായത് ആകാശത്ത് നിറയെ നക്ഷത്രങ്ങളൊക്കെ ഇങ്ങനെ മിന്നിത്തിളങ്ങി നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ മിന്നിത്തിളങ്ങി നിൽക്കുന്ന ആ നക്ഷത്രങ്ങളൊക്കെ ഉള്ള തെളിഞ്ഞ നീലാകാശം ഗംഗാനദിയുടെ അഞ്ചൽ വസ്ത്രത്തെ പോലെ കവിക്ക് തോന്നുന്നു. മാത്രമല്ല साड़ी की सिकुड़न से जिस पर शशि की रश्मि विभा से भर सिमटी है वर्तुल मृदुल लहर. शशि की रश्मि विभा से, शशि की रश्मि, ചന്ദ്രൻ്റെ രശ്മി, വെളിച്ചം. ചന്ദ്രൻ്റെ വെളിച്ചം എന്ന് പറയുമ്പോൾ നിലാവ്. ആ നിലാവ് പൊഴിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ശോഭയിൽ, ആ ഒരു നിലാവിൻ്റെ ആ ഒരു ഭംഗിയിൽ ഗംഗാനദിയിലെ ഓളങ്ങൾ, അത് എങ്ങനെയുള്ള മൃദുൽ ലഹർ, ചെറിയ ഓളങ്ങൾ, കുഞ്ഞോളങ്ങൾ. അപ്പോൾ ആ നിലാവ് പൊഴിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു മനോഹരമായ ആ ഒരു രാത്രിയിൽ ഗംഗാനദിയിലെ കുഞ്ഞോളങ്ങൾ, ചെറിയ ഓളങ്ങൾ കവിക്ക് എന്തായിട്ട് തോന്നുകയാണ്?
സാടി കി സിക്കുടൻ. സാടി, ഗംഗാനദിയുടെ സാരിയിലെ സിക്കുടൻ, ഞൊറിവുകളായി കവിക്ക് അനുഭവപ്പെടുന്നു. ഇങ്ങനെ നദിയിലെ വെള്ളം ഇങ്ങനെ ചെറുതായി ഓളം വെട്ടി ഇങ്ങനെ ചെറുതായിട്ട് ഒഴുകിപ്പോകുന്നു. അപ്പോൾ ആ ചെറിയ ഓളങ്ങൾ ഗംഗാനദി ഉടുത്തിരിക്കുന്ന വസ്ത്രത്തിലെ സിക്കുടൻ, ഞൊറിവുകളെ പോലെ കവിക്ക് അനുഭവപ്പെടുന്നു. ഒരിക്കൽ കൂടി ഈ വരികളൊന്ന് നോക്കാം. ശാന്ത് സ്നിഗ്ധ ജ്യോത്സ്ന ഉജ്വൽ, അപലക് അനന്ത് നീരവ് ഭൂതൽ. ഗ്രീഷ്മകാലം, വേനൽക്കാലമാണ്. ആ വേനൽക്കാലത്ത് നിലാവ് ഇങ്ങനെ പരന്നൊഴുകുന്ന ഒരു രാത്രി. ആ മനോഹരമായ രാത്രിയിൽ ഗംഗാനദിയുടെ ഭൂതൽ, ആ ഗംഗാനദി ഒഴുകുന്ന പ്രദേശം നീരവ് നിശബ്ദമായി കിടക്കുകയാണ്. അതുമെങ്ങനെ? ശാന്ത് സ്നിഗ്ധ ജ്യോത്സ്ന ഉജ്വൽ, വളരെ ആരെയും സ്നിഗ്ധ മോഹിപ്പിക്കുന്ന ജ്യോത്സ്ന നിലാവ്, ആ നിലാവ് ഇങ്ങനെ പരന്നൊഴുകുകയാണ് ആ പ്രദേശം മുഴുവൻ. അപ്പോൾ ആകാശത്തു നിന്ന് ചന്ദ്രൻ ഗംഗാനദിയെ അപലക്, കണ്ണിമ വെട്ടാതെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നതായിട്ട് കവിക്ക് തോന്നുന്നു. മാത്രമല്ല, സൈകത് ശയ്യ പർ ദുഗ്ധ ധവൽ തന്വങ്കി ഗംഗ ഗ്രീഷ്മ വിരൽ ലേട്ടി ഹേ ശ്രാന്ത് ക്ലാന്ത് നിശ്ചൽ. അപ്പോൾ ഗ്രീഷ്മ വിരൽ, ഗ്രീഷ്മകാലത്തെ മെലിഞ്ഞ, തന്വങ്കി ഗംഗ, സുന്ദരിയായ ഗംഗ. വേനൽക്കാലത്ത് നദിയിലെ വെള്ളം കുറഞ്ഞു പോയിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗംഗാനദി മെലിഞ്ഞ സുന്ദരിയായ ഒരു യുവതിയെ പോലെയാണ് കവിക്ക് തോന്നുന്നത്. അപ്പോൾ ആ ഗ്രീഷ്മകാലത്ത്, വേനൽക്കാലത്ത് മെലിഞ്ഞ് സുന്ദരിയായ ഗംഗ അവിടുത്തെ സൈക്കത്ത് ശയ്യാപ്പർ, മണൽപ്പരപ്പിൽ അല്ലെങ്കിൽ മണൽ തിട്ടയാകുന്ന ശയ്യ, കിടക്കയിൽ, ലേട്ടി ഹേ കിടക്കുകയാണ്. ഇങ്ങനെ ശ്രാന്ത് ക്ലാന്ത് നിശ്ചൽ, വിശ്രമിക്കാനെന്ന വണ്ണം നിശ്ചലയായി. അപ്പോൾ മണൽപ്പരപ്പാകുന്ന ശയ്യയിൽ, കിടക്കയിൽ, ആ പാൽനിലാവ് പരന്നൊഴുകുന്ന ആ രാത്രിയിൽ സുന്ദരിയായ ഗംഗ വിശ്രമിക്കാനെന്ന പോലെ കിടക്കുകയാണ്. താപസ്ബാല ഗംഗ നിർമ്മൽ, അങ്ങനെയുള്ള ഗംഗാനദി ഒരു താപസബാല, ഒരു തപോവനത്തിലൊരു കന്യകയെ പോലെ വളരെ നിർമ്മൽ, പവിത്രയായി തോന്നുന്നു. ആശ്രമത്തിലെ ഒരു സന്യാസിനിയെ പോലെ അല്ലെങ്കിൽ ഒരു തപോവനത്തിലെ ഒരു മുനികന്യകയെപ്പോലെ ഗംഗാനദി വളരെ പരിശുദ്ധയായി ആ സമയത്ത് കവിക്ക്, അങ്ങനെയുള്ളൊരു പരിശുദ്ധയായൊരു തപോവനത്തിലൊരു കന്യകയെപ്പോലെ ഗംഗാനദിയെ അദ്ദേഹം ഭാവനയിൽ കാണുന്നു. മാത്രമല്ല, ശശിമുഖ സേ ദീപിത മൃദുകരത്തൽ ലഹരെ ഉർപ്പർ കോമൾ കുന്തൽ. ശശിമുഖ സേ ദീപിത മൃദുകരത്തൽ, ശശിമുഖം അതായത് ചന്ദ്രനിൽ നിന്നും വരുന്ന ആ പ്രഭ അഥവാ നിലാവ്, ആ നിലാവിൽ ഗംഗാനദിയിലെ ലഹർ, ഓളങ്ങൾ ചെറുതായി ഇങ്ങനെ, അതിൽ ഗംഗാനദിയിലെ വെള്ളം ഇങ്ങനെ ചെറുതായി ഒഴുകുന്നുണ്ട്. അപ്പോൾ ആ ചെറിയ ചെറിയ ഓളങ്ങൾ, കുഞ്ഞ് ഓളങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ആ കുഞ്ഞ് ഓളങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അത് ഗംഗാനദിയുടെ കുന്തൽ, തലമുടിയായി കവിക്ക് തോന്നുകയാണ്. ഘോരെ അങ്കോം പർ സിഹർ സിഹർ ലഹരാത്ത താർ തരൾ സുന്ദർ ചഞ്ചൽ അഞ്ചൽ സ നീലാംബർ. ഇനി നീലാംബർ, നീലാകാശം, അതുമെങ്ങനെ? നല്ല നക്ഷത്രങ്ങളൊക്കെ തിളങ്ങി നിൽക്കുന്ന മനോഹരമായ നീലാകാശം. ആ നീലാകാശം ചഞ്ചൽ അഞ്ചൽ എന്നിങ്ങനെ ഒരു വസ്ത്രത്തെ പോലെയാണ് കവിക്ക് തോന്നുന്നത്. നീലാകാശത്ത് നിറയെ നക്ഷത്രങ്ങളൊക്കെ മിന്നിത്തിളങ്ങി നിൽക്കുന്ന നീലാകാശം ഗംഗാനദിയുടെ അഞ്ചൽ, വസ്ത്രം പോലെ കവിക്ക് തോന്നുകയാണ്. साड़ी की सिकुड़न सी जिस पर शशि की रश्मि विभा से भर सिमटी है वर्तुल मृदुल लहर. ഇനി അത് മാത്രമല്ല, വർത്തുൾ മൃദുൽ ലഹർ, വർത്തുൾ വൃത്താകൃതി, വെള്ളം ഇങ്ങനെ
ഒഴുകുമ്പോൾ അതിലിങ്ങനെ ചെറിയ ഓളങ്ങൾ ഉണ്ടാകുന്നുണ്ട്. മൃദു ലഹർ, മൃദു വളരെ നേർത്ത, ലഹർ ഓളം. അപ്പോൾ ചെറിയ ചെറിയ ഓളങ്ങൾ ഗംഗാനദിയിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ആ ഓളങ്ങൾ ശശി രശ്മി വിഭ, ചന്ദ്രൻ്റെ പ്രകാശത്തിൽ അഥവാ നിലാവിൽ ആ ഓളങ്ങൾ കവിക്ക് എന്തായിട്ട് തോന്നുകയാണ്? സാടിക്ക് സിക്കുടൻ, സാടി ഗംഗാനദിയുടെ സാരിയിലെ സിക്കുടൻ ഞൊറിവുകളായിട്ട് തോന്നുകയാണ്. അപ്പോൾ നല്ല നിലാവ്, ആ നിലാവിൽ വൃത്താകൃതിയിൽ ഇങ്ങനെ ഓളങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാകുന്നു. ആ ഓളങ്ങൾ ഗംഗാനദിയിലെ സാടിക്ക് സിക്കുടൻ, ഗംഗാനദി ഉടുത്തിരിക്കുന്ന സാരിയിലെ ഞൊറിവുകളായി കവിക്ക് അനുഭവപ്പെടുകയാണ്. അപ്പോൾ ഇതാണ് ആ ഗ്രീഷ്മകാലത്തെ തോണിയാത്രയ്ക്ക് വേണ്ടി ഗംഗാനദിയുടെ തീരത്ത് വന്നപ്പോൾ, ഗംഗാനദിയെ കണ്ടപ്പോൾ കവിയുടെ മനസ്സിൽ വന്ന ഭാവന. അപ്പോൾ കവി ഗംഗാനദിയെ സുന്ദരിയായ ഒരു താപസകന്യകയോട് ഉപമിച്ചിരിക്കുകയാണ്. ആ താപസകന്യകയെപ്പോലെ അത്രയും നിർമ്മൽ, പരിശുദ്ധയായിരിക്കുകയാണ്. പരിശുദ്ധയായിട്ട് അവിടെ ഇങ്ങനെ വിശ്രമാവസ്ഥയിൽ എന്ന വണ്ണം കിടക്കുകയാണ് ഗംഗാനദി. അപ്പോൾ ആ തോണിയാത്ര ചെയ്യാനായി വന്നപ്പോൾ ആദ്യമായി ഗംഗയെ കണ്ടപ്പോൾ, ആ നിലാവിൽ കുളിച്ച് കിടക്കുന്ന ഗംഗാനദിയെ കണ്ടപ്പോൾ കവിക്ക് അങ്ങനെയാണ് അനുഭവപ്പെട്ടത്. അപ്പോൾ വളരെ ഭംഗിയായിട്ടുള്ള, വളരെ മനോഹരമായ ഒരു രാത്രികാലത്തെ ഒരു വർണ്ണനയാണ് ഈ ആദ്യ ഭാഗത്തെ ഈ ഒരു വരികളിൽ സുമിത്രാനന്ദൻ പന്ത് നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഒന്നുമില്ല, അതിൻ്റെ അകത്ത് മനോഹരമായ ഗംഗാനദിയുടെ ആ ഭൂപ്രദേശം, അത് നിലാവിൽ അങ്ങനെ കുളിച്ച് കിടക്കുന്നു. ആരെയും മോഹിപ്പിക്കുന്ന നിലാവ്. ആ നിലാവിൽ ഗംഗാനദി സുന്ദരിയായ, മെലിഞ്ഞ സുന്ദരിയായ ഒരു യുവതിയായിട്ട് കവിക്ക് തോന്നുന്നു. ആ യുവതി ആ മണൽപ്പരപ്പിൽ, ആ മണൽപ്പരപ്പ് അവളുടെ ശയ്യ, ഒരു കിടക്കയായിട്ടാണ് കവിക്ക് തോന്നുന്നത്. അപ്പോൾ ആ കിടക്കയിൽ അവൾ വിശ്രമിക്കാനെന്ന വണ്ണം ഇങ്ങനെ കിടക്കുകയാണ്, നിശ്ചലയായിട്ട് അങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഗംഗാനദി, ഈ നിലാവിൽ ഗംഗാനദിയിൽ ചെറിയ ചെറിയ ഓളങ്ങൾ ഇങ്ങനെ ഇളകി ഇളകി പോകുമ്പോൾ അത് ഗംഗാനദിയുടെ മാറിലേക്ക് വീഴുന്ന അവളുടെ തലമുടിയായി കവിക്ക് തോന്നുന്നു. പിന്നെ അത് മാത്രമല്ല, നല്ല നീലാകാശം, അതും നക്ഷത്രങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന നീലാകാശം. ആ നീലാകാശം ഗംഗാനദിയുടെ നീല വസ്ത്രമായി കവിക്ക് അനുഭവപ്പെടുന്നു. പിന്നെ അതുപോലെ നിലാവിൽ ഗംഗാനദിയിലെ ഓളങ്ങൾ ഗംഗാനദിയുടെ അല്ലെങ്കിൽ ഗംഗാനദി ഉടുത്തിരിക്കുന്ന സാരിയിലെ ഞൊറിവുകളെ പോലെയും കവിക്ക് അനുഭവപ്പെടുകയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ഈ ആദ്യ ഭാഗം ഇത്രയും എടുത്ത് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. ഇനി നദിയിലേക്ക് അദ്ദേഹം തോണിയിൽ യാത്ര ചെയ്യാൻ ആരംഭിക്കുന്നതേ ഉള്ളൂ, നദിയിലൂടെ യാത്ര ആരംഭിക്കുന്നതേ ഉള്ളൂ. അപ്പം അതിൻ്റെ മുന്നോടിയായിട്ടുള്ള ഗംഗാനദിയുടെ ഒരു വർണ്ണന മാത്രമാണ് ആദ്യ ഭാഗത്ത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കതിൻ്റെ ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും ഒത്തുകൂടാം. അതുവരെ എല്ലാവർക്കും ധന്യവാദം.